അനുരാഗ കരിക്കിൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ചേട്ടാ അഞ്ജനയുടെ വണ്ടി പോയോ? ഇപ്പൊ അങ്ങോട്ട് പോയോ? ആ നീ 6 മണിക്ക് പോയി. ആ ശരി. എന്നെ വല്ലതും വേണോ? ആ ഒരു പഴയ അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു വലിയ ആലോചന. ഓ ഒന്നും പറയണ്ട. ഇതുകൊണ്ടൊക്കെ എത്ര കാലം മുന്നോട്ട് പോവാൻ? വേറെ പരിപാടി വല്ലതും നോക്കരുതോ? എന്നാ നോക്കാനാ? ഒക്കെ പൈസ വേണ്ടേ? പണ്ടുപോലെ ഇതായിരുന്നു അപ്പന്റെ പരിപാടി. അത് കയറി പിടിച്ചതാ. ഇപ്പം ജലവന്മാരാണെങ്കിൽ ഇത് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് വാടകയില്ല. 5 മണിക്കൂർ ഓടിച്ചിട്ട് 2 മണിക്കൂർ വാടകയും കൊണ്ടുപോയി. അതാ പറഞ്ഞേ, മറ്റുള്ള എന്തെങ്കിലും ഒരു പരിപാടി നോക്കാം. ഇതുകൊണ്ടിന് എന്നാ നോക്കാൻ? ഇത്രയും കാലം നോക്കിയതാ. അറിയാവുന്ന പരിപാടിയല്ലേ, ചെയ്തു പോയി. സൈക്കിളൊന്നില്ലേ? ഇപ്പം വരുവാടാ. നീ അവിടെ മാറിക്കേ. ഇപ്പം വരും. പോയിരിക്കുക, സൈക്കിൾ പോയിരിക്കുക. നിങ്ങാനും വരുമോ ചേട്ടാ? മണിക്കൂർ കൂടുതലായല്ലോ. എടുക്കാൻ നിക്കടാ, സമയം നോക്കട്ടെ. ആ പഞ്ചറായല്ലോ. എൻ്റെ അപ്പോൾ 50 പൈസ ഉള്ളു. ഇനി എന്നാ ചെയ്യും?
അത് മാത്രമല്ല അനക്കാതിട്ട് സെറ്റാവും. എന്റെ വാസു നീ ഇതൊന്ന് പെട്ടെന്ന് തീർക്ക്. ഞാൻ ആ തങ്കപ്പന്റെ മകനെ കടയിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. എനിക്ക് പോണം. എന്താടാ ബൈക്കോട്ടെ വേർത്ത് കുളിച്ചേ? ഒന്നും പറയണ്ട ആവശ്യമില്ല. ഇവിടെ ഗോപിച്ചേട്ടൻ്റെ അവിടെ ഞാൻ സൈക്കിൾ എടുത്തു. ആ സൈക്കിളാണ് പഞ്ചർ പോയി. എന്റെ ആപ്പാട് 50 പൈസ ഉള്ളായിരുന്നു. എന്നാണെന്ന് അറിയത്തില്ല. ഞാൻ അവിടെ ചെന്നപ്പോ ഒരു ചിറക്കം മാത്രം ഉള്ളായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ സൈക്കിൾ അവിടെ വെച്ച് കൊടുത്തിട്ട് മുങ്ങി. ബൈക്കോട്ടാ നീ വീട്ടിൽ പോടാ. നീ വീട്ടിൽ പോ. പറഞ്ഞത് കേട്ടില്ലേ? നീ വീട്ടിൽ പോ. എടാ കുഞ്ഞെ, ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത്.